ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് മാംഗോ കുൾഫി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് ഞാൻ പഴുത്ത മാങ്ങയാണ് അത് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുൾഫിയാണിത്. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം. നല്ല തിക്നെസ് ആയിട്ട് വരണം. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് രീതിയിൽ തിക്നെസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു മൗൾഡ് എടുത്തിട്ട്, ഐസ്ക്രീമിൻ്റെ മൗൾഡ് ആണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ മൗൾഡ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് എടുത്തിട്ട്, ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. നമ്മൾ എല്ലാ റോൾസിലേക്കും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ടാപ്പ് ചെയ്തെടുക്കാം. നല്ല തട്ടിയെടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾസൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായി തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കോല് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 12 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം 12 മണിക്കൂർ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഈ മൗൾഡ് ഒന്ന് തണുത്ത വെള്ളത്തിൽ, സാധാരണ നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുക ഒരു 30 സെക്കൻഡോളം. എന്നിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കോല് മാത്രമേ വരുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ വെക്കരുത്, നോർമൽ വാട്ടറിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുൾഫിയാണ് ഇൻസ്റ്റൻറ്റ് മാംഗോ കുൾഫി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.